ഗസയിലെ ഒരു സാഹചര്യം എന്താണ്? കാലാവസ്ഥ മോശമാണ്, ദുരിതപൂർണമായ സാഹചര്യം വീണ്ടും മോശമായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്. ഗസയിൽ നിന്ന് വീണ്ടും ആളുകൾ തണുപ്പ് കാരണമൊക്കെ മരിക്കുന്നുണ്ട്. എന്താണ് ഗസയിലെ വിവരങ്ങൾ? ഇതിന് ഈ പിന്നിട്ടൊരു 3 മാസവും വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഏതൊക്കെ രൂപത്തിൽ അത് ലംഘിക്കാൻ ഇസ്രായേൽ നേതൃത്വം, ഇസ്രായേൽ സേന തയ്യാറായോ അതിൻ്റെ തുടർച്ചകൾ തന്നെയാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഖാൻ യൂനിസിൽ, അതോടൊപ്പം തന്നെ റഫക്ക് നേരെയൊക്കെ ആക്രമണം തുടർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു ഭാഗത്ത് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കെടുതികൾക്കിടയിൽ തന്നെയാണ് പ്രകൃതിക്ഷോഭം, തുടരെയുള്ള കൊടുങ്കാറ്റും പേമാരിയും മൂലം ഗസയിലെ നിവാസികൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ. ഒരുപക്ഷെ ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് പിന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പോലും പുറത്തു വരുന്നത്. കാരണം ഒരു കയറിക്കിടക്കാൻ ഒരു താൽക്കാലിക ടെൻറ്റിൻ്റെ ഒരു സംവിധാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന നിസ്സഹായരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടുന്ന വലിയൊരു ജനവിഭാഗം. കാരണം യുദ്ധം അവസാനിക്കുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ സമൂഹം പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് വഴിമാറിയെങ്കിലും ആ ജനതയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വളരെ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയോടും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോടും നേരിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കാരണം പിന്നിട്ടൊരാഴ്ചയിൽ മാത്രം 4 കുഞ്ഞുങ്ങളാണ് ഈ അതിശൈത്യം മൂലം കൊല്ലപ്പെട്ടത്. പിന്നെ ടെൻറ്റുകൾ പൂർണ്ണമായിട്ട് നശിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ പോലും ഒരു തുണയില്ലാത്തൊരു വിധത്തിൽ, ഒരു സൗകര്യമില്ലാത്തൊരു വിധത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് സഹായം എത്തിക്കാനുള്ള അന്തർദേശീയ ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുന്നില്ല എന്ന ഒരു വിധിവൈപര്യത്വം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ടെൻറ്റുകളും ഭക്ഷ്യ വസ്തുക്കളും മരുന്നും കൂടുതൽ എത്തിക്കാനുള്ള ഒരു നീക്കം, നിർദ്ദേശം ഉണ്ടാകണമെന്ന് നേരത്തെ UN ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും നിർദ്ദേശം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെയും ഇസ്രായേൽ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറുന്നത് ഈ ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും നീതിരഹിതമായിട്ടുള്ള, ദയാരഹിതമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം തന്നെയാണ്. CMCയെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മുന്നിൽ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഹമാസിന്റെ പ്രതികരണം എങ്ങനെയാണ്? മാത്രമല്ല, ഈ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിന് നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി വ്യക്തമാക്കിയിരുന്നതും ഈ ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണമാണ്. പക്ഷെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ 2ാം ഘട്ടത്തിന്റെ തുടക്കത്തിൽ കടന്നിട്ടില്ല. അതിന്റെ ആദ്യ ഘട്ടം മാത്രമായിരിക്കും ഈ 2ാം ഘട്ട വെടിനിർത്തൽ വേളയിൽ നടപ്പാക്കുക എന്നാണ് അല്പം മുമ്പ് ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാകേണ്ടി വരും. കാരണം വിവിധ രാജ്യങ്ങൾ അന്തർദേശീയ സേനയെ അയക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ സേനയുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കും ഹമാസിന്റെ നിരായുധീകരണം നടക്കുക എന്നായിരുന്നു നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അമേരിക്കൻ നേതൃത്വം, വൈറ്റ് ഹൗസ് നേതൃത്വം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സ്വഭാവത്തിലായിരിക്കും ഹമാസിന്റെ നിരായുധീകരണം നടക്കുക, അതിന് ഏതെങ്കിലും രാജ്യങ്ങൾ മുൻകൈ എടുക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഗസയുടെ അധികാരം കൈമാറാൻ നേരത്തെ തന്നെ ഹമാസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര സമിതിക്ക് ഈ ഭരണം കൈമാറാനുള്ള തീരുമാനം. ആ സമിതി സംബന്ധിച്ച് ഏകദേശ ധാരണ ആയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇനി ഉള്ളത് ഈ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയാണെങ്കിൽ ആ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സേനയ്ക്ക് ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാൻ അടിയറ വെക്കാൻ ഒരുക്കമാണ് എന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരമൊരു യാത്രയിലേക്ക് ഒരുപക്ഷെ ഈ 2ാം ഘട്ടത്തിൽ നീങ്ങുക എത്ര കണ്ട് പിന്നെ പൂർണ്ണമായിരിക്കും, എത്ര കണ്ട് അതിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തികഞ്ഞ അവ്യക്തത തന്നെയാണ് ഈ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുന്ന ഇന്നും നമുക്ക് മുമ്പാകെയുള്ളത്. ധന്യ. മാത്രവുമല്ല, മാനുഷിക സഹായങ്ങൾ ഇപ്പം നമുക്കറിയാം എത്രത്തോളം ദുരിതത്തിലാണ് ഗസയുള്ളത് എന്നറിയാം. റഫാ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക? യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് സൈന്യത്തെ പിൻവലിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ എങ്ങനെ കടക്കാനാണ് സാധ്യത കാണുന്നത്? അതിന് ഇനി എത്ര സമയമെടുക്കും? ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ നിർത്തിയിട്ടും ആക്രമണം തുടർന്ന സാഹചര്യമുണ്ട്, അതുകൂടി മുന്നിൽ കാണുന്നുണ്ടോ? മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
ഇതിനിപ്പം കെയ്റോയിൽ ചേർന്നിരിക്കുന്ന യോഗത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. ഖത്തർ, തുർക്കി, ഈജിപ്ത് രാജ്യങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ചർച്ചയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി സംസാരിച്ചത്. അവരെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സേന പൂർണ്ണമായിട്ടും ഗസ വിടണം. അതൊരു പ്രധാന നിബന്ധനയായിട്ട് ഫതഹ് വിഭാഗവും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും ഹമാസ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളൊക്കെയും ഒരുമിച്ച് തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗിക നടപടി വരുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപാധിയായിക്കൊണ്ടുകൂടിയാണ് ഈ ഫലസ്തീൻ കൂട്ടായ്മകൾ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ സന്നദ്ധമായിട്ടില്ല എങ്കിൽ ഹമാസിന്റെ നിരായുധീകരണം എന്ന അജണ്ട നടപ്പാക്കാൻ ഒരുപക്ഷെ ഹമാസ് മാത്രമല്ല മറ്റു കൂട്ടായ്മകളും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ആകട്ടെ തങ്ങൾ ഒരിക്കലും ഗസയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന തീവ്ര നിലപാട് തന്നെയാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും ബെൻഗവിറും അതോടൊപ്പം തന്നെ നെതന്യാഹുവും സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ വേണ്ടിവരും. അത് എത്ര കണ്ട് ഉണ്ടാകും? അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഉദാരമായിട്ട് സഹായ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളും എത്തിക്കാൻ എത്ര കണ്ട് ഇസ്രായേൽ തയ്യാറാകുമെന്ന ചോദ്യം ഇപ്പോൾ പോലും ബാക്കി നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 6000-ലധികം ട്രക്കുകൾ ഇപ്പോൾ പോലും റഫാ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇപ്പൊ 3 മാസം പിന്നിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്ന്. ഇനിയും റഫാ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാവുന്നില്ല. അതിന്റെ അർത്ഥം എന്നത് ഈ ഗസ നിവാസികൾക്ക് ഒരു മാനുഷികമായിട്ടുള്ള പിന്തുണയോ സൗകര്യമോ സഹായമോ നൽകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ പരിതാവസ്ഥ മാറ്റിയെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ എത്ര കണ്ട് സാധിക്കും? യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇക്കാര്യത്തിൽ എത്രയോ ഉണ്ടാവും? UN ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതർത്ഥത്തിലുള്ള പിന്തുണ നൽകും എന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിലും ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ധന്യ.